ചേരുംപടി ചേർക്കും, ചേരുംപടി ചേർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ നിമിഷം ഹൃദയം തുറന്ന് ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ നിമിഷം വാഗ്ദാന വിശ്വസ്തനായ ദൈവം ആ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയും. അവൻ നൽകിയിരിക്കുന്ന സന്ദേശം അതാണ്. സങ്കീർത്തനം 3:8 ഈ ജനത്തിന്റെ മേൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീരെ അടച്ചോ, കരങ്ങൾ ഉയർത്തിക്കോ. ഇടം വരെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾ സ്തുതിച്ചോളണം, നന്നായിട്ട് പ്രാർത്ഥിച്ചോളണം. ദൈവാനുഗ്രഹം, ദൈവാനുഗ്രഹം വേണ്ടത് നിനക്കാണ്. പരിശുദ്ധാത്മാവ് വേണ്ട നിനക്കാണ്. ദൈവകൃപ ഒഴുകിയിറങ്ങേണ്ടത് നിന്നിലേക്കാണ്, നിന്റെ കുടുംബത്തിലേക്കാണ്. അതുകൊണ്ട് നീ മറ്റാരെയും ശ്രദ്ധിക്കാതെ നിന്റെ ചങ്ക് പൊട്ടി പിടിച്ച് നീ പ്രാർത്ഥിക്കപ്പാ. അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, ഈ ആത്മാവിനെ, ആ ആത്മാവിനെ എനിക്ക് താ, എനിക്ക് താ. എന്റെ ജീവിതം, എന്റെ കുടുംബം ഒന്ന് ക്രമീകരിക്കുവാൻ, ഒന്ന് ഓർഡറാകുവാൻ അപ്പാ എന്നെ സഹായിക്കണമേ. ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് ചങ്ക് പൊട്ടി പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, സ്തുതി, ആരാധന, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. കണ്ണടച്ച് ഇത് കരങ്ങളെ ഉയർത്തി ജീവിക്കുന്ന ദൈവത്തെ ഇന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത തമ്പുരാൻ നമ്മുടെ ഇടയിലേക്ക് ശക്തിയായി, അഭിഷേകമായി, അനുഗ്രഹമായി, സൗഖ്യമായി സ്വർഗ്ഗം തുറന്ന് ഇറങ്ങി വരുവാൻ, അഗ്നിനാളങ്ങളായി ഇറങ്ങി വരുവാൻ, അഭിഷേകത്തിന്റെ അഗ്നിയായി ആദിമ സഭയിൽ ഇറങ്ങി വന്നതുപോലെ, അപ്പോസ്തലന്മാർ വന്ന് നിറഞ്ഞതുപോലെ പുതിയ പെന്തക്കോസ്താ ദിനം ഇന്ന് സമാഗതമാകുവാൻ സ്തുതിച്ചോ, സ്തുതിച്ചോ, പ്രാർത്ഥിച്ചോ, ശക്തമാക്കി സ്തുതിച്ചോ. പരിശുദ്ധാത്മാവേ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. കരങ്ങളടിക്കുന്നു, ശക്തമായിട്ട് കരങ്ങളടിക്കും, ശക്തമായിട്ട് കരങ്ങളടിക്കും. നോക്കില്ല, ആരെയും നോക്കില്ല. എന്റെ ദൈവത്തിന്റെ ശക്തി നിന്റെ വന്നു നിറയുന്ന നിമിഷങ്ങളാണ്. എന്റെ കുടുംബത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകമായി, ശക്തിയായി എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാല അഭിഷേകം അഗ്നിയായി ഇറങ്ങും. നന്ദി, സ്തുതി, ആരാധന, മഹത്വം. ശക്തമായി അഭിഷേകം സമയമല്ലോ ആത്മാവിന്റെ അഭിഷേകം, അഭിഷേകം ശരീരം
ദൈവത്തിന്റെ ആത്മാ ഉണങ്ങിവരേണ്ട അസ്ഥികളിലേക്ക് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ പുതുജീവനായി ഇറങ്ങി വന്നതുപോലെ മരവിച്ചിരിക്കുന്ന നിന്റെ ജീവിത മേഖലകളിലേക്ക്, മരവിച്ച അവസ്ഥകളിലേക്ക്, പോയ പ്രാർത്ഥന വിശ്വാസ ജീവിതത്തിലേക്ക്, പ്രത്യാശിക്കാത്ത ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാ ശക്തിയ അഭിഷേകമായി ഇറങ്ങുക, ശക്തമായിട്ട് വിശ്വാസത്തോടെ ശക്തമായിട്ട് കണ്ണുകളിച്ച് സ്തുതിച്ചോ പ്രാർത്ഥിച്ചോ. ഭക്തിയുടെ താഴ്വരയിൽ ഒരു മഹാസൈന്യത്തോടെ അധികാരം ആത്മാവേ 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 അഭിഷേകം മടുത്തുപോയൊരു വ്യക്തിയാണ്. പ്രാർത്ഥിക്കാൻ കഴിയാതെ മുരടിച്ചു പോയ മനസ്സാണെന്ന് രക്തമിങ്ങിയ ആത്മാവാണ്. ഇന്നിതാ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം, വിശ്വാസത്തിന്റെ പുതിയൊരു കഥ എന്നിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. അതിന്റെ സൂചന കണ്ടു തുടങ്ങി. അതിന്റെ സൂചന കണ്ടു തുടങ്ങി. സ്വർഗം നിന്റെ മേൽ ഇടപെടാൻ തുടങ്ങിയിരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. വിശ്വാസത്തോടെ അതെ കാൽവേലിലെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിമഴയായി അഭിഷേക മഴയായി ശക്തമായി കടന്നിച്ച് ജീവിക്കുന്ന ദൈവമുദ്ര അങ്ങനെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ീനായി മലയിലേക്ക് ഇറങ്ങി വന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമേ, മാറ്റമില്ലാത്ത തമ്പുരാനെ, പരിശുദ്ധനായ ദൈവമേ, ഈ സമൂഹത്തിലേക്ക് അവർ ഇറങ്ങി വരുന്നതേ സ്വർഗം തുറന്ന് എന്റെ മക്കളുടെ വേദനകളിലേക്ക്, രോഗപീഡനങ്ങളിലേക്ക് അവർ ഇറങ്ങി വരണമേ, സ്പർശിക്കണമേ. ശക്തമായി ശക്തിയിൽ ശക്തമായി കുഞ്ഞുങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കുന്നത് അപ്പാതിന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണമേ.
നിന്നെ രക്ഷിക്കുന്ന ഒരേയൊരു ദൈവം, നിന്നെ വീണ്ടെടുത്ത ഒരേയൊരു ദൈവം, നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരേയൊരു ദൈവം കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു. അവന്റെ നാമത്തിൽ വിടുതൽ, അവന്റെ നാമത്തിൽ സൗഖ്യം, അവന്റെ നാമത്തിൽ കാലമോചനം, അവന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അണിയുന്നു, അവന്റെ നാമത്തിൽ കത്തികൾ അണിയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലംബി ലംബി ഭഗൻ ലംബി ലംബി ഭഗൻ ലംബി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇന്നുമുള്ള സകല കത്തുകളും അഴിയട്ടെ. നിന്റെ മുൻപിലായിരിക്കുന്ന മക്കൾ നിന്റെ തിരിച്ചോറിയാൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, ഒരുപാട് 12 വചനത്തിന്റെ അഭിഷേകം, കുഞ്ഞാലിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അന്ധകാര ശക്തികളുടെ മേൽ അവർ വിജയം നേടി, അവർ വിജയം നേടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം. സ്തുതിച്ച മക്കളെ സ്തുതിക്കുക. മടിക്കല്ലേ, മടിക്കല്ലേ, മടിക്കല്ലേ. അനുഗ്രഹം വരുന്നു, അനുഗ്രഹം വരുന്നു. സ്വർഗ്ഗം തുറക്കപ്പെടുന്നു. അനുഗ്രഹം അഭിഷേകമായി നിങ്ങളിലേക്ക് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളോട് ആളുകൾ സംഭവിക്കട്ടെ. പാപവും പശ്ചാത്താപവും സംഭവിക്കട്ടെ. അപ്പോസ്തലപ്രവർത്തനം 4:30 വചനത്തിന്റെ അഭിഷേകം അങ്ങയുടെ ദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ ആ ബാപ്പിലാവേ അങ്ങയുടെ കരങ്ങൾ കിട്ടണമേ, കരങ്ങൾ കിട്ടണമേ. ഈ സമൂഹത്തിന്റെ മേൽ, ഈ ഭവനത്തിന്റെ മേൽ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ കരങ്ങൾ കിട്ടണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, പാപബോധം, പശ്ചാത്താപം കർത്താവേ അവിടുന്ന് നൽകി ഇപ്പോൾ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റവിളി ഈശോ, 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 ഈശോ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, കുഞ്ഞുങ്ങൾ ദൈവമേ നിനക്ക് വേണ്ടി മാറ്റപ്പെടുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവരങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന് കർത്താവേ ബലഹീനതയുള്ള മക്കൾ വിശ്വാസ സ്ഥിരതയിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തിയാൽ, വചനത്തിന്റെ അഭിഷേകത്താൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ വന്ന പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ഇതാ നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നിന്റെ ശിരസ് മുതൽ പാദം വരെ പരിശുദ്ധാത്മാവിന്റെ ഒരഭിഷേകം ഒഴുകി ഇറങ്ങുകയാണ്. കണ്ണുകളെ അടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് അത് സ്വീകരിച്ചുകൊണ്ടിരുന്ന മക്കളെ, അത് സ്വീകരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതെല്ലാം എന്റെ കരവേലയാണ്. നീ ആയിരിക്കുന്ന നിമിഷങ്ങൾ, നീ എന്തായിരിക്കുന്നോ അതെല്ലാം എന്റെ കരവേല മാത്രമാണ്. ഇവയെല്ലാം എന്റേതാണ്. നിനക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല, നിനക്ക് സ്വന്തമായി ഒന്നുമില്ല. നിനക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ പാപങ്ങളും തഴക്കങ്ങളും തഴക്കദോഷങ്ങളും ബലഹീനതകളും മാത്രമാണ്. അത് ദൈവം തന്നതല്ല, അത് നിന്റെ സ്വന്തമാണ്. ബാക്കിയുള്ളതെല്ലാം അത് തമ്പുരാന്റേതാണ്. അവൻ പറയുകയാണ്, ഇതെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെയാണ്. വീണ്ടും വചനം പറയുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. മക്കളെ, തമ്പുരാന്റെ വചനം പറയുകയാണ്, ആത്മാവിൽ എളിമ ഉള്ളവരിലേക്കാണ്, ഹൃദയത്തിൽ അനുതാപമുള്ളവരിലേക്കാണ് കർത്താവിന്റെ വചനം
അനുഗ്രഹമായി കടന്നു വരുന്നത്. കർത്താവ് വചനത്താൽ നമ്മളെ കഴുകുന്നതും നമ്മളെ ശക്തീകരിക്കുന്നതും നമ്മുടെ ആത്മാവിൽ എളിമയും നമ്മുടെ ഹൃദയത്തില് അനുതാപവും ഉണ്ടായിരിക്കണമെന്ന് യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. നീ എളിമപ്പെട്ട് അനുദപിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ നിനക്ക് എന്താണ് തടസ്സം, എന്താണ് കഴിയാത്തത്? ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വാങ്ങുകയാണ് കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങറിയാം, യാക്കോബായ സഭയില് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. കുമ്പസാരിക്കാൻ നിർബന്ധമൊന്നുമില്ല. പാപബോധത്തോടെ അനുദപിച്ച് പ്രാർത്ഥിക്കുക, കുർബാന സ്വീകരിക്കുക. അല്ലെ, അച്ഛൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ അച്ഛൻ പ്രാർത്ഥിച്ചു. പക്ഷെ നമ്മൾ ഏറ്റുപറയുന്നില്ല. പാപങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. ആരാ തരുന്നേ? പാപമോചനം ആരാ തരുന്നേ? ഈശോയാണ് തരുന്നത്, അച്ഛനല്ല. അവിടെ അച്ഛൻ ഇല്ല, അച്ഛൻ മരിച്ചു. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന അച്ഛനല്ല, ഈശോയുടെ പകരക്കാരനാണ്, അഭിഷിക്തനല്ലേ. അവിടെ ഈശോയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് കുർബാന കണ്ടവർ എത്ര പേരുണ്ട്? കുർബാന കണ്ടവർ എത്ര പേരുണ്ട്? എല്ലാവരും കരോർത്തിക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് കുർബാന കണ്ടവരെ. ആ താത്തി വേണ്ട ചേച്ചി കണ്ടില്ലായിരുന്നോ? പൊക്കിയായിരുന്നോ? പൊക്കിയില്ല, കുർബാന കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല കാര്യം. ഇത് സാബത്തായിരുന്നു അല്ലേ? സാബത്തല്ലായിരുന്നു അതല്ലേ? എന്നാൽ ഇനി മുതൽ സാബത്തിന് കുർബാന കാണാൻ നിങ്ങൾ പോകരുത്. അയ്യോ അയ്യോ ദൈവമേ, ഈശോ കടിയുന്നുണ്ടല്ലോ. ഇനി മുതൽ സാബത്തിലോ അല്ലാതെയോ കുർബാന കാണാൻ നിങ്ങൾ പോകരുത്. നിങ്ങൾ പോകേണ്ടത് ബലി അർപ്പിക്കാൻ ആയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ബലി അർപ്പകരാണ്. ബലി അർപ്പകനൊപ്പം ബലി ആയിടാം, ബലിയായി തീർന്നിടാം. ഹല്ലേലൂയ. ആ രണ്ടുപേരും പാട്ടൊന്ന് പഠിക്കുക. അൾത്താരയിൽ അനുതാപമോടെ ബലിയിടാം, എന്നെ ബലിയിടാം. ഞാനാണ് കാഴ്ച വസ്തു. അൾത്താരയിൽ അനുതാപമോടെ ബലിയിടാം, ബലിയിടാം. ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാൻ സ്തുതി പാടിടാം. ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാൻ സ്തുതി പാടിടാം. ഹല്ലേലൂയ. ബലി അർപ്പിക്കാനാണ് ദേവാലയത്തിലേക്ക് പോകേണ്ടത്, ബലി കാണാനല്ല. ബലി കണ്ടാൽ നീ ബലി കണ്ടിട്ട് ഒരനുഭവം ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് പോരും. ഒരനുഗ്രഹവും ആ ബലിയിൽ നിന്ന് കിട്ടത്തില്ല. ഹല്ലേലൂയ. ബലി അർപ്പിക്കാൻ നീ കടന്നു പോകുമ്പോ നിന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ബലി വസ്തു ഉണ്ടായിരിക്കണം.
ആ ബലിവസ്തു അത് നീ തന്നെയാണ്. നിന്റെ ദുഃഖങ്ങളാണ്, വേദനകളാണ്, നിന്റെ രോഗങ്ങളാണ്, നിന്റെ തകർച്ചകളാണ്. ബലിവസ്തുവാകുന്ന നിന്നെ കരങ്ങളിലെടുത്ത് ആ പരിശുദ്ധാൽത്താരയിലേക്ക്, അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും നീ വിശ്വാസത്തോടെ കൊടുക്കുമ്പോ, ഉദാസ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയം എന്റെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി ഈ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും മാറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ നിന്നെ തന്നെ നീ ഒരു ബലിയായി, വസ്തുവായി നീ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, അവിടെ അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നിനക്ക് വലിയൊരു അനുഭവമാകില്ല. നീ പോയി ആഘോഷമായിട്ട് തിരിച്ചു പോന്നു, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നിന്റെ ഹൃദയത്തില് ബലി ഒരനുഭവമായി മാറില്ല. അതുകൊണ്ടാണ് വർഷങ്ങളായി ബലിയർപ്പിച്ചിട്ടും എന്തോ ഒന്നും സംഭവിക്കാത്തതുപോലെ സാധാരണ എന്ന മട്ടിൽ നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ബലിയുടെ സമർപ്പണത്തിന്റെ സമയത്ത് കണ്ണ് നിറഞ്ഞൊഴുകിയവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? കരഞ്ഞ് ബലിയർപ്പിച്ചവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒന്ന് കരമുയർത്താമോ? കരഞ്ഞ് ബലിയർപ്പിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒന്ന് കരമുയർത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ തമ്പുരാന്റെ തിരുശരീരമാണ് അവിടെ തല്ലി തകർക്കപ്പെടുന്നത്, വെട്ടിമുറിക്കുന്നതെന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നാൽ നിന്റെ കണ്ണ് നിറയാതിരിക്കത്തില്ല, നിന്റെ ചങ്ക് പിടയാതിരിക്കത്തില്ല. എനിക്ക് പകരക്കാരനായി അവൻ ഈ 3 കാര്യരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ജീവശ്വാസം പോലും കിട്ടാതെ ഏങ്ങി വലിച്ച് അവൻ കിടക്കുന്നത് എന്റെ പകരക്കാരനാണ്. അതേ ബലിയുടെ അനുസ്മരണം, അതേ ബലി ഒരു മാറ്റവുമില്ലാതെ പരിശുദ്ധ ആൽത്താരകളിൽ അർപ്പിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ചങ്കന്തി ഒന്ന് പടയാത്തത്, നിന്റെ കണ്ണന്തി ഒന്ന് നിറയാത്തത്, അങ്ങനെ നീ ബലിയർപ്പിച്ചാൽ ആ ബലിയില് നീ കൊടുക്കുന്ന നിന്റെ നിയോഗങ്ങൾ ഞാൻ എന്റെ രക്തം കൊണ്ട് എഴുതി ഗ്യാരണ്ടി ചെയ്യാം. ആ നിയോഗങ്ങൾ അത് അത്ഭുതങ്ങളായി മാറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ബലിപീഠത്തോട് എന്തുകൊണ്ടാണ് നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റാത്തത്, ചേർന്ന് നിൽക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ ഈ കാൽവരി ബലിയോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നീ മാറ്റപ്പെട്ടിരിക്കുന്നത്, നീ അകന്നു നിൽക്കുന്നത്, നിനക്ക് അടിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ? യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം അവിടെ പറയുന്നുണ്ട്, നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത് എന്താ? നിന്റെ കളറിന്റെ കുറവാണോ? നിന്റെ സൗന്ദര്യത്തിന്റെ കുറവാണോ? നിന്റെ ഡ്രസ്സിന്റെ പ്രശ്നമാണോ? എന്താ അകറ്റിയത്? എന്താ അകറ്റിയത്? എന്താ അകറ്റിയത്? ഒന്ന് പറഞ്ഞേ, എന്താ അകറ്റിയത്? നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അപ്പൊ തമ്പുരാനുമായിട്ടുള്ള ആ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 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 കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. എന്റെ അവസാനം അതിനാൽ നിന്റെ അകത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ,
നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്വയം നീതീകരണം നടത്തുന്നവരാ നമ്മള്. ഐ ആം പെർഫെക്റ്റ്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. സ്വയം ഒരു നീതീകരണം. ഒന്ന് സ്വയം തിരിയണമേ, ഹൃദയത്തിലേക്കൊന്ന് തിരിയണമേ. മാറേണ്ടതാരാ? മാറ്റേണ്ടത് എന്തൊക്കെയാ? മാറേണ്ടതാരാ? ഞാൻ എന്ന വ്യക്തിയാണ് മാറേണ്ടത്. ഈ നിമിഷം വരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ? എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഞാൻ വലിയ പാപമൊന്നും ചെയ്യാൻ പോകുന്നില്ല, അല്ലേ? വലിയ പാപങ്ങളൊന്നും ഞാൻ, മാരക പാപങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എവിടെ പോകും? എവിടെ പോകും? ഹല്ലേലൂയ. എവിടെ പോകും? പൊലുകുഞ്ഞേട്ടാ, ഇപ്പൊ ഈ ഇരിക്കണ ഇരിപ്പില്ലേ, ആ ഇരിക്കണ ഇരിപ്പില്ലേ തീർന്നു പോകാൻ പേടിയില്ലോ? പേടിയില്ല. ഇപ്പൊ തീർന്നാൽ എവിടെ പോകും? സ്വർഗ്ഗത്തിലേക്ക് പോകും. 100% ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ശരിയാണോ ചേച്ചി? അയൽക്കത്തേരോട് ചോദിക്കണം, ശരിയാണോ? കടത്തേട്ട പോലോ കുഞ്ഞാൻ ഇപ്പൊ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന പോലോ കുഞ്ഞാന്റെ സ്വന്തം ഭാര്യയോട് ചോദിക്കും, അമ്മച്ചി പോവോ? ആ, വെരി ഗുഡ്. ഓ, പ്രവാചിക കേട്ടോ, ഇതാണ് എനിക്കറിയാൻ പാടില്ല കേട്ടോ. കർത്താവെ അങ്ങേക്ക് അറിയാമല്ലോ, കർത്താവെ അങ്ങേക്ക് അറിയാമല്ലോ. ഈ എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞതാണ്, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ എന്ന് ദൈവം ചോദിച്ചപ്പോ എസെക്കിയേൽ 37 അല്ലേ പ്രവാചകൻ എന്താ പറഞ്ഞേ? എനിക്കറിയില്ല കർത്താവെ, അങ്ങേക്ക് അറിയാമല്ലോ. അല്ലേ അമ്മച്ചി? ഞാൻ പറയുന്നു 10-35 പേര് കാണും അല്ലേ? 40 പേര് കാണായിരിക്കും, 40 പേര് കാണായിരിക്കും. ഞാൻ 40 പേരെന്നാ പറഞ്ഞേ. ഇന്നലെ പറഞ്ഞൊരു 40 അത്രയും കാണായിരിക്കും. ഞാനടക്കം, ബിജു അടക്കം, ജോബിനടക്കം എല്ലാവരും ഇതിനകത്തിരിക്കുന്ന എല്ലാവരും നമ്മൾ വിശുദ്ധനല്ല. ഇപ്പൊ തീർന്നാൽ നമ്മളാരും നരകത്തിൽ പോകത്തില്ല. നമ്മളാരും സ്വർഗത്തിലും പോകുന്നില്ല. സന്തോഷായി പൊലുകുഞ്ഞേട്ടാ. നരകത്തിൽ പോയാലും വേണ്ടില്ല, അവള് സ്വർഗത്തിൽ പോകരുത്. ഞാൻ നരകത്തിൽ പോയാലും വേണ്ടില്ല, അയൽപക്കത്തേരൻ സ്വർഗത്തിൽ പോകരുത്. പിന്നെ എവിടെ പോകും? നരകത്തിലും പോകില്ല, സ്വർഗത്തിലും പോകില്ല. പിന്നെ എവിടെ പോകും? എവിടെ പോകും? നമ്മൾ എവിടെ പോകും? ശുദ്ധീകരണ സ്ഥലത്ത് പോകും. അങ്ങനെ ഒരു തിയോളജി ഉണ്ട്, ശുദ്ധീകരണ സ്ഥലം. എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകില്ല? നമ്മുടെ ദൈവം പരമ എന്തെന്നാ പ്രാർത്ഥിക്കുന്ന സുറിയാനി സഭയിൽ നിന്ന്? ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പ്രാർത്ഥിക്കുന്നില്ലേ? ഞങ്ങളുടെ മലങ്കര സഭയിലും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? സീറോ മലബാർ സഭയിൽ അങ്ങനെ ഇല്ല. സീറോ മലബാർ സഭയിൽ എങ്ങനെയാണ് ജോബിനെ പ്രാർത്ഥിക്കുന്നത്? സീറോ മലബാർ സഭയിൽ എങ്ങനെയാ? നമ്മുടെ സഭയിൽ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്?
ദൈവം നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഇനിയാണ് പ്രാർത്ഥിക്കുന്നത്. സീറോ മലബാറില്, സീറോ മലങ്കരയില്, ലത്തീനില് എല്ലാം ഈ മീനിങ്ങാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന 4 ദിക്കുകളുടെ കെട്ടഴിക്കുന്ന പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മക്കൾ ഇത് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. അച്ഛന്മാര് മാത്രമല്ല അത് പ്രാർത്ഥിക്കണേ കേട്ടോ. ഇത് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? തമ്പുരാന്റെ കരുണ എവിടെ ഉണ്ടാവും? നമ്മുടെ മേൽ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ്. അതിനാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നീ എന്താ ചെയ്യണ്ടേ? ദൈവം നമ്മുടെ സ്നേഹത്തോടെ, സമയത്തെയല്ലോ, ദൈവം നമ്മളെ സ്നേഹത്തോടെ മാടി പിടിക്കുന്നുണ്ട്. ഇന്ന് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് അവസാനിക്കാൻ പറ്റുമോ? സ്വർഗത്തിലും പോവില്ല, നരകത്തിലും പോവില്ല, ശുദ്ധീകരണ സ്ഥലത്തിലായി. നമ്മൾ മരിക്കുമ്പോ ഒരു വിധിയുണ്ട്. അതിന് കത്തോലിക്ക സഭയുടെ തിയോളജി പഠിപ്പിക്കുന്നത് തനത് വിധി എന്നാണ്. തനത് വിധി, തനത് വിധി. ഈ തനത് വിധിയിലാണ് ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. സ്വർഗത്തിൽ പോകാനൊരു എളുപ്പ വഴിയുണ്ട്. എളുപ്പ വഴിയുണ്ട്. എന്നാണ്? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഈശോയെ പ്രതിയുള്ള വിശ്വാസത്തെ പ്രതി, വചനത്തെ പ്രതി രക്തസാക്ഷിത്വം. രക്തസാക്ഷികൾ നേരെ ഉടലോടെ സ്വർഗത്തിലേക്കാണ് പോകുക. അതും വെള്ള സിംഹാസനത്തിന്റെ തൊട്ടടുത്താണ് അവർക്ക് സ്ഥാനം. ഹല്ലേലൂയ. ഒരുപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ രക്തസാക്ഷി വഹിച്ച മക്കളുടെ ആത്മാക്കൾ വിളിച്ച് തമ്പുരാനോട് പറയുന്നുണ്ട്, കർത്താവേ, എന്നാണ് നീ അവരോട് പ്രതികാരം ചെയ്യുന്നത്? നീ എന്നാണ് ഞങ്ങളുടെ രക്തസാക്ഷിത്വത്തെ പ്രതി അവരോട് ചോദിക്കുന്നത്? കർത്താവ് പറയും, അല്പസമയം കൂടെ നിങ്ങള്, അല്പസമയം കൂടെ പ്ലീസ് വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്യേ, അല്പസമയം കൂടെ വെയിറ്റ്, എന്നിട്ട് നോക്കാം. ഹല്ലേലൂയ. ഒരു വാക്കുപോലും തമ്പുരാനോട് മിണ്ടരുത്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ല. കാരണം ഇനി അവൻ വരുന്നത് കരുണയുടെ മുഖവുമായിട്ടല്ല. അവൻ വരുന്നത് കരുണയുള്ള ദൈവമായിട്ടാണോ ഞാൻ വരുന്നത്? അവൻ വരുന്നത് വിധിയാളാനായിട്ടാണ്. അവൻ വരുന്നത് ജഡ്ജ്മെന്റിനാണ് അവൻ വരുന്നത്. അപ്പോ ആ മുഖത്തേക്ക് ഒരു പക്ഷെ നമുക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ഇപ്പൊ തയ്യാറെടുത്തോളൂ, ഇപ്പൊ തീരുമാനിച്ചോളണം. റൈറ്റ് നൗ. ഞാൻ പറഞ്ഞു, ചോദ്യം വരും. എപ്പോഴാന്നറിയോ? ഇങ്ങോട്ട് കിടക്കുമ്പോൾ ചോദ്യം വരും. 2024 ജൂലൈ 14-ാം തീയതി ഫുൾ അഡ്രസ് പറഞ്ഞിട്ടായിരിക്കും പറയുന്നത് കേട്ടോ. ഇന്ന ഭവനത്തിൽ ഇന്ന സമയത്ത് ഇതിനെ കുറിച്ച് എന്റെ ദാസൻ പറഞ്ഞിരുന്നുവല്ലോ. എന്തുകൊണ്ട് നീ കേട്ടിട്ട് അതനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചില്ല? ആ സമയത്താണ് നമ്മുടെ തല താഴ്ന്നു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ലക്ഷക്കണക്കിന് അഭിഷിക്തരും സന്യസ്തരും ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഡുനാമീസ് ധ്യാനത്തിന് ഷക്കീന ടീമിന്റെ ധ്യാനത്തിന് ഞങ്ങൾ പോയിരുന്നു. മക്കളും ഞാനും കൂടി പോയിരുന്നു. ആ സമയത്ത് ആത്മാവ് തന്ന സ്തുതിച്ചുകൊണ്ട് തന്ന ഒരു വലിയൊരു പ്രചോദനം ഇതായിരുന്നു. എണ്ണി തീർക്കാൻ പറ്റാത്ത വിധം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന അഭിഷിക്തരും സന്യസ്തരും. സാധാരണക്കാരല്ല കേട്ടോ, സാധാരണക്കാർ വേറെ, ആത്മാവിൽ വേറെ, സാധാരണക്കാർ വേറെ. ഇന്ന് ചില സഭകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, മരിച്ചുപോയൊരു കെട്ടടങ്ങി പോയി. അത് ആന്റി ക്രൈസ്റ്റിന്റെ പഠനമാണ്. നിങ്ങൾ ഓർത്തോളണം, ആന്റി ക്രൈസ്റ്റിന്റെ പഠനമാണ്. ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ബോധ്യമാണ്. ഞാൻ അതിനുശേഷം എല്ലാ ദിവസവും ബലിയില്, രാവിലത്തെ പ്രഭാത ബലിയിലും വിശുദ്ധ കുർബാനയിലും ഞാൻ ആദ്യം സമർപ്പിക്കുന്നത് ഈ സംഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ അഭിഷക്തർക്കും സന്യസ്തർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. എന്റെ കുടുംബത്തിൽ നിന്ന് മരണം വഴി വേർപ്പെട്ട എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ അപ്പനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ മൂത്താളിയൻ, മൂത്ത സഹോദരിയുടെ ഭർത്താവ്. മൂത്താളിയൻ എന്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് 14 വയസ്സേ പ്രായമുള്ളൂ. എത്ര വർഷം മുമ്പാണ് എന്റെ മൂത്ത പെങ്ങളുടെ കല്യാണം നടന്നത്. ഇന്ന് എനിക്ക് 60 കഴിഞ്ഞിരിക്കുകയാണ്. 14 വയസ്സുള്ളപ്പോഴാണ് മൂത്ത പെങ്ങളുടെ കല്യാണം. ആളിയനെ അപ്പനെ പോലെ കണ്ടിരുന്നേ. മൂത്ത പെങ്ങളെ ഞങ്ങൾ മമ്മി എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത്. കാരണം അതാണ് മമ്മീനെ. അമ്മ പണിക്ക് പോവാണ്, കൂലിപ്പണിക്ക് പോകണം. ഞാൻ 5 നീറ്റിപ്പോട്ട് 7 വർണ്ണം പോയി. മൂത്ത സന്താനമാണ്. നോക്കുക, ഞങ്ങൾ മമ്മീന്നൊക്കെ വിളിക്കുക. ആ അളിയൻ മരിച്ചത് അതൊരു വലിയ ആഘാതമായിരുന്നു. കാരണം കഷ്ടപ്പെട്ടു മക്കളെയൊക്കെ പഠിപ്പിച്ച് ജോലിയെ നല്ല പൊസിഷനായി, പക്ഷെ അനുഭവിക്കാൻ സമയം കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ആത്മാവിന് വേണ്ടി ശക്തമായി ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മരിച്ച അതേ ദിവസം ആണ്ടിന്റെ അന്ന് 2:45 മണി സമയം വെളുപ്പിന് ശുഭ്രവസ്ത്രധാരിയായി പ്രകാശിക്കുന്ന മുഖമായി ഞാൻ കിടന്നുറങ്ങുന്ന ഞങ്ങളുടെ മുറിയില് അടച്ചിട്ടിരിക്കുന്ന ജനാലയുടെ ഉള്ളിൽ കൂടെ ഈ ആത്മാവ് ഒരു പക്ഷിയെ പോലെ പറന്നു വന്ന് എന്റെ അടുത്ത് നിൽക്കുകയാ. തൂവെള്ള വസ്ത്രം, പ്രകാശിക്കുന്ന മുഖം. ആള് മരിച്ചപ്പോ ഇരുകളറാണ്, കറുത്തൊരു മനുഷ്യന്. ഇരുകളറിനേക്കാളും കറുപ്പ്. പക്ഷെ അപ്പോ എന്റെ അടുത്ത് വരുമ്പോ ചിരിച്ചുകൊണ്ട്, മോനെ, ആദ്യം ചോദിച്ചതാണ്, മോനെ പേടിയാകുന്നുണ്ടോ? ഞാൻ എന്തിനാണ് ഞാനെന്തിനാ പേടിക്കുന്നത്? കുറെ കാര്യങ്ങള് പറയുക, സംസാരിക്കുക. ഞാൻ ശുശ്രൂഷയിൽ നിന്ന് പതുക്കെ വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അതിനെക്കുറിച്ചുള്ള ചില മർമ്മങ്ങൾ പറഞ്ഞു, ദൈവിക രഹസ്യങ്ങൾ പറഞ്ഞിരുന്നു. സ്വർഗത്തിന്റെ. എന്നിട്ട് അല്പസമയം കുറെ കാര്യങ്ങള്, ശുശ്രൂഷ ജീവിതവുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഒരിക്കലും പുറകോട്ട് പോകരുത്. അതീശോ ആഗ്രഹിക്കുന്നില്ല കേട്ടോ, അതീശോ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ 7 പേരാണ് വന്നിരിക്കുക. നിശ്ചിത സമയം മാത്രമേ നിന്റെ അടുത്ത് വരാൻ ഈശോ അനുവദിച്ചിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ കണ്ണു തുറന്നു. ഞാൻ ആദ്യം വിചാരിച്ച സ്വപ്നമായിരിക്കും. പക്ഷെ മുറിയിലെ ആ ചുവന്ന സീറോ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. തിരുഹൃദയ ഈശോയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. തൊട്ടടുത്ത് ഭാര്യ ഊർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട്.
ആ കൂർക്കം വലി വരെ നമുക്ക് കേൾക്കാം. സ്വപ്നമല്ല, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തോന്നലല്ല. ആ എന്റെ വെപ്രാളം കണ്ടിട്ടൊന്നാണ് അളിയെ വിളിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഒരു മാറ്റവുമില്ല, ഒരൊറ്റ മാറ്റമേ ഉള്ളൂ. കറുത്തിരണ്ട മനുഷ്യൻ നല്ല ട്യൂബൊക്കെ കത്തി കിടക്കുന്ന പോലെ വളരെ സന്തോഷമായി. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് കാണിച്ചു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗുരു വിളിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ ഈ എന്താ പറയുന്നത്, വാണം വിടില്ലേ നാട്ടിലെ, അതുപോലെ ഒറ്റ പോകാൻ ഞാൻ ഇങ്ങനെയായി പോയി. കാരണം ജനല് എന്റെ അടുത്താ നിൽക്കുന്നത്, ആ ജനലിന്റെ ഗ്ലാസിന്റെ ഉള്ളിക്കടിയാണ് സംഭവം പോയത്. ഒരൊറ്റ പോകുമ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങി കിട്ടിച്ചല്ലോ. പക്ഷെ എനിക്ക് അത് അങ്ങ് ദൂരെ ഒരു പൊട്ടുപോലെ അത്രത്തോളം അങ്ങ് ദൂരെ വരെ എനിക്കത് കാണാൻ പറ്റി. ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ ആര് വിശ്വസിക്കും? ഈ 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ തോന്നല്, സ്വപ്നം, ആ ചിന്ത കൊണ്ട് കിടന്നിട്ട് ഇതൊക്കെ ഞാനും വിചാരിച്ചു അധികം. അതുകൊണ്ടാണ് ഞാൻ തൊട്ടു നോക്കിയതും പിടിച്ചു നോക്കിയതും ഒക്കെ. ആളെ കേട്ടോ, ആളെ തൊടാൻ പറ്റിയില്ല, തൊടാൻ തോന്നിയില്ല. പക്ഷെ അത് അരൂപയുടെ തലത്തിലാണ്. അരൂപയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജഡമെടുത്തു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശുദ്ധീകരണ സ്ഥലമുണ്ട്. ഒരു വർഷം, കൃത്യം ഒരു വർഷം അവിടെ കിടക്കേണ്ടി വന്നു. ഒരു പാവം ചെയ്യാത്ത ആളാണ്. ഒരേ ഒരു പാവയാൾ ചെയ്തിട്ടുള്ളൂ. ആളൊരു ചെയിൻ സ്മോക്കറായിരുന്നു. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് സാധാരണ നമ്മൾ തമാശക്ക് പറയുന്ന വാക്കുകളുണ്ടല്ലോ. എന്റെ പോലും കുഞ്ഞേട്ടാ, നമ്മൾ സാധാരണ തമാശക്ക് എന്താ പറയുന്നത്? എന്താ പറയുന്നേ? എടാ കോപ്പ അങ്ങോട്ട് മാറിക്കുന്നേ. ഈ ഒരു വാക്ക് പോലും കോപ്പെന്ന് പറയുന്നത് തെറിയല്ല കേട്ടോ. 2 കാലും കോപ്പം പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട് മലയാളത്തിൽ. ആർക്ക് കിട്ടിയ കുഞ്ചനമ്പ്യാർക്ക് രാജാവിൽ നിന്ന് കിട്ടിയ 2 കാലും കോപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. മര്യാദ തെറിയൊന്നുമല്ല കേട്ടോ, മര്യാദ ഇരിക്കുക. അപ്പോ നോക്കിക്കേ, ഇത് സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ച് കൃത്യം ഒരു വർഷം പ്രാർത്ഥിച്ചു. ഒന്നും പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കും. എന്തെങ്കിലും എപ്പോഴും കുർബാനയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നത്. കൃത്യം ആണ്ടിന്റെ അന്ന് സംഭവം കേറിപ്പോയി പാസ് ഔട്ട്, വിസ അടിച്ച് കൈവിടുന്നു. നമുക്കൊക്കെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിലെന്തില്ല, വീസ അടിച്ചിട്ടില്ല. വീസ ഇല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് നിനക്ക് പോകാൻ പറ്റുമോ? എയർപോർട്ടിൽ തിരിച്ച് പോരേണ്ടി വരും. അതേ ഫ്ലൈറ്റ് തിരിച്ചു വിടും. ഈ വീസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ അധ്വാനം മുഴുവനും അതിനു വേണ്ടിയാണ്. ഈ വീസയെ ഒന്ന് അടിച്ച് കിട്ടാൻ വേണ്ടി അല്ലേ? കാനഡയ്ക്കും UK-ക്കും ഇംഗ്ലണ്ടിനും അമേരിക്കയ്ക്കും പോകാൻ വേണ്ടിയിട്ട് ആ വിസ അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം പ്രാർത്ഥനയാ വരുന്നത്. ആലപ്പുഴ ഒരു മാതാവിന് ഇരിക്കെ പൊറുതിയില്ല. അമ്മേ ITC, അമ്മേ OIT, അമ്മേ കുഞ്ഞുങ്ങൾ, അമ്മേ കല്യാണം, അമ്മേ UK, അമ്മേ. അതുകൊണ്ട് അവിടെ തലയടിച്ചിരിക്കും. ഇത് തന്നെ ഞാൻ ചോദിക്കുന്ന, നിനക്ക് ആത്യന്തികമായിട്ട്
യുഗാന്ത്യം വരെ അനന്തതയിൽ എന്നും എന്നും നിനക്ക് ജീവിക്കേണ്ട ഒരു രാജ്യം, ആ രാജ്യത്തേക്ക് കടന്നു പോകാനുള്ള വീസ നീ ആദ്യം അടിച്ച് മേടിച്ചിട്ടുണ്ടോ? നിന്റെ ഹൃദയമാകുന്ന പാസ്പോർട്ട് നീ ആ വീസ അടിച്ച് മേടിച്ചിട്ടുണ്ടോ? ഇതേ ചോദ്യം മെയിൻ എൻട്രൻസിൽ നിൽക്കുന്ന മുക്കുവൻ, വലിയ മുക്കുവൻ, അവൻ ചോദിക്കും. എന്നിട്ട് പറയും, ഒരുത്തനോട് കിടന്ന് തൊണ്ട പൊട്ടി ചങ്കു പൊട്ടി പറഞ്ഞിരുന്നു, ഈ വിസ അടിക്കാൻ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിക്കോളെന്ന് പറഞ്ഞായിരുന്നു. എന്തേ മാറ്റാതെ? എന്തേ വിസ അടിക്കാതെ കേവലം പാസ്പോർട്ടും കൊണ്ട് മാത്രം നീ വന്നിരിക്കുന്നേ? ഇവിടെ നിനക്ക് പ്രവേശനമില്ല. വിസയില്ലാതെ പോകാൻ പറ്റിയ മറ്റൊരു രാജ്യം അവിടെയുണ്ട്. ആ രാജ്യത്തേക്ക് നീ പ്രവേശിക്ക. തിരിച്ചു ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ, പറ്റില്ല. തിരിച്ചു വന്ന ജീവിച്ചിരിക്കുന്നവരുടെ കഷ്ടകാലം. കാര്യം പട്ടിക്കെടുക്കുമ്പോൾ വെള്ളപ്പൂവൊക്കെ വെച്ചിട്ട് മനുഷ്യന്റെ മുഖം പോലും കാണാമുള്ള പൂ കൊണ്ട് മൊത്തം അങ്ങോട്ട് എന്താണ്. ഞാൻ അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൂ വെച്ചൊക്കെ ഞാൻ ആദ്യം വരയ്ക്കുന്നു. ഈ പൂവൊന്നും പെട്ടിയാണ്ട് വെക്കരുത്. എന്റെ ഫുൾ ബോഡി അങ്ങനെ കാണിച്ചില്ല. എങ്ങും ഇല്ലാത്തൊരു അലങ്കാരമാണ് ഒരു 10,000 രൂപയുടെ വെള്ളപ്പൂ. അമ്മയെ അപ്പ അതൊന്ന് ജീവിച്ചിരുന്ന കാലത്ത് സ്നേഹത്തോടെ ഒന്ന് പിടിക്കോ ചേർത്ത് പിടിക്കോ ചെയ്തിട്ടില്ല. ആ നെറുകയിലൊരു മുത്തം കൊടുത്തിട്ടില്ല. അവനാണ് ചത്ത് കഴിയുമ്പോ 10,000 രൂപയുടെ പൂക്കള് കൊണ്ടുവന്ന് എന്നിട്ട് കുറെ നുളോളി പിടിച്ചിലും കഴിച്ചിലും പിടിച്ചിലും ഒക്കെ 2 ദിവസം കഴിഞ്ഞത് മാറും. ഒരു മാസം കഴിയുമ്പോ ആ സംഭവം തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരത്തില്ല കേട്ടോ. ആ കാര്യം ഗ്യാരണ്ടിയാ. തിരിച്ചു വരത്തില്ല. അത് വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെയും ജീവിച്ചിരിക്കുന്നവരുടെ കഷ്ടപ്പാടാ അല്ലേ? ഇപ്പൊ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോണെങ്കിൽ നമ്മള് നിരന്തരം പ്രാർത്ഥിച്ചു മക്കളെ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ അഭിഷിക്തരും സന്യസ്തരും അവർക്ക് പ്രാർത്ഥിക്കാൻ ആരുമില്ല. യാക്കോബ സഭയിലാണെങ്കിൽ ആരുണ്ട്? ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അച്ഛനായ അപ്പൻ മരിച്ചു. എന്നാൽ അച്ഛനൊക്കെ ആയിരുന്നു. ദൈവമേ എവിടെയാ പോയേക്കണെന്ന് അറിയത്തില്ല, എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷേ കത്തോലിക്കരായ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ആരോ ഉള്ളേ? വീട്ടുകാരോ? എപ്പോട്ടെ വീട്ടുകാരൊന്നും പ്രാർത്ഥിക്കുന്നില്ല. കാരണം എന്താ? അച്ഛാ കന്യാസ്ത്രീകൾ ജീവിച്ചിരുന്നപ്പോ 10 വയസ്സാറ് ഗുണം കുടുംബത്തിനുണ്ടായിട്ടില്ല. ഇപ്പൊ ഞാനാ പ്രാർത്ഥിക്കാനാ? സഭ വേണമെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ തമാശയല്ലാണ്ടോ, വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഹല്ലേലൂയ. സമയം പോയി. ദൈവമേ, ഇനി നമുക്ക് അവസാനിപ്പിച്ചാലോ? തീർന്നാലോ? അവസാനിപ്പിക്കാം. തീർക്കണോ? നിങ്ങൾ എന്തു പറയുന്നു അതാണ്. LCG തീർക്കണമെന്നുണ്ട്. ശരി, തീർക്കണം എന്നുള്ളൊരു കാര്യം. ഞാൻ ഭൂരിപക്ഷത്തിന് എപ്പോഴും മുൻഗണന കൊടുക്കുന്നതാണ്. അതെവിടെയാണ്? തൊട്ടത്. എത്ര മണിക്കാണ്? 7 മണി. അപ്പൊ പിന്നെ പോണ്ടേ? അപ്പൊ പിന്നെ തീർക്കണ്ടേ? തീർക്കണ്ടേ? അതല്ലേ ചോദിച്ചാൽ തീർക്കണം എന്നുള്ളവരെ കരകൊട്ടാൻ പറഞ്ഞതാണ്. ഓക്കെ, തീർക്കണം. അങ്ങനെ നട്ടലോട് പറയണം. പതി വെറുതെ മടുത്തു. തീർക്കണം. മടുത്തിട്ടില്ല. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഒത്തിരി വചനങ്ങളൊന്നും എടുക്കാനായിട്ട് നമുക്ക് സമയത്ത് നമ്മുടെ വചനങ്ങളുടെ ഒത്തിരി കടന്നുപോയി. നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ ഒരു ബോധ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. കർത്താവേ, നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് 119 സങ്കീർത്തനം 11 തിരുവചനം. നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ
എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു വചനം, ഈ ഒരു ഒറ്റ വചനം നിന്റെ ഉള്ളിൽ തറച്ചാൽ മതി. കർത്താവേ, അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുക്കുന്ന മക്കള്, അവരിലേക്ക് കർത്താവ് രക്ഷകനായി കടന്നു വരും. യെശയ്യാപ്രവചനം 59 അധ്യായത്തിന്റെ 20 തിരുവചനം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കുക. യെശയ്യാ 59:20 എന്താ പറയുന്നേ? കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക് തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞു വരുന്ന യാക്കോബിന്റെ സന്തതികളുടെ മേൽ കർത്താവ് രക്ഷകനായി കടന്നു വരും. ഹല്ലേലൂയ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മകളിൽ നിന്ന് ബോധപൂർവം പിന്തിരിയുന്ന മക്കളുടെ ഇടയിലേക്ക്, അതും യാക്കോബിന്റെ സന്തതികളുടെ. ആരാ യാക്കോബ്? പൂർവ്വപിതാവാണ്, ഇല്ലേ? നമ്മുടെ അപ്പന്മാരാണ്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നാം അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? ആ സന്തതികളുടെ ഇടയിലേക്ക് കർത്താവ് രക്ഷകനായി കടന്നു വരും. ഹല്ലേലൂയ. തീരുമാനമെടുത്തോ തമ്പുരാനെ. മക്കളെ, മറ്റു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞറിഞ്ഞേക്കുക. ഒരൊറ്റ കാര്യം മാത്രം മറക്കായിരിക്കുക. അവസാനം പറഞ്ഞ വചനം 119 സങ്കീർത്തനം 11 വാക്യം. കർത്താവേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ഈ സംഭവം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് ശത്രുവിന്റെ മുമ്പിലും നിനക്ക് തലയുയർത്തി നിൽക്കാം. ഇത് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ മറ്റൊരുവന്റെ മുമ്പിൽ നീ മുട്ടുമടക്കേണ്ടി വരില്ല. ഇതിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, ഇതിനെ പ്രതി നീ വേദനകൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് തലയുയർത്തി നട്ടലോടെ നിനക്ക് നിൽക്കാൻ പറ്റും. ശത്രുക്കളുടെ മുമ്പിലും നിന്നെ അവിടുന്ന് ഉയർത്തും. ഈ വചനത്തെ പ്രതി കർത്താവിന്റെ നാമം വലിയിരിക്കുന്ന സൗദി അറേബ്യ എന്ന രാജ്യത്ത് ഒരു ദിവസം എന്നെ ജയിലിൽ പിടിച്ചിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം, ഈ ബൈബിള് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചതിന്റെ പേരില് ജീവിക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 8 മണിക്കൂർ എനിക്ക് ജയിലിൽ കഴിക്കേണ്ടി വന്നു. 9-ാം മണിക്കൂറിൽ എന്റെ തമ്പുരാൻ പൗലോസിനെയും സീലാസിനെയും ഇറക്കിയതുപോലെ, പത്രോസിനെ ജയിലിൽ നിന്ന് ഇറക്കിയതുപോലെ കർത്താവ് തന്റെ ദൂതനെ അയച്ച് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തീയിൽ കുരുത്തതാ. അതുകൊണ്ട് വെയിലത്ത് വാടത്തില്ല. നാളെ നമ്മുടെ ഈ കൊച്ചു കേരളത്തില് പരസ്യമായിട്ട് ഇതുപോലെ സ്പീക്കറെ വെച്ച് പറയാൻ അനുവാദം കിട്ടിയെന്ന് വരില്ല. 4 കവലകളിൽ വിളിച്ചു പറയാൻ അനുവാദം കിട്ടിയെന്ന് വരില്ല. അടച്ചിട്ടിരിക്കുന്ന നിന്റെ മുറികളിൽ ശബ്ദം പുറത്തേക്ക് പോകാതെ നിന്റെ ദൈവത്തെ വേണ്ടി ആരാധിച്ചോ എന്ന് പറയുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് നീ ഓർത്തുകൊള്ളണം. ഇത് കത്തിച്ചു കളയുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് നീ ഓർത്തുകൊള്ളണം. കത്തിച്ചില്ലേ? ഇത് കത്തിച്ചില്ലേ? ആരാ പ്രതികരിച്ചേ? ഒരു വാക്ക് എഴുതിയതിന്റെ പേരില് കൈവെട്ടിക്കളഞ്ഞില്ലേ? ജോസഫ് സാറിന്റെ ന്യൂമാൻ കോളേജിൽ ജോസഫ് സാറിന്റെ കൈവെട്ടിക്കളഞ്ഞില്ലേ? ഒരു വാക്ക് അതിനെതിരെ ഒരു അർത്ഥം വന്നു എന്ന് പറഞ്ഞ്, 2 അർത്ഥം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കത്തിച്ചിട്ട് പ്രതികരിച്ചില്ല. നാളെ ഇതെന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, ഈ കേരളത്തിൽ സംഭവിക്കും, ഇന്ത്യയിൽ സംഭവിക്കും. അതുകൊണ്ട് മക്കളെ, ഞാൻ 119 വചനം നിന്റെ ഹൃദയത്തില് നീ ആലോചന ചെയ്തോ. കർത്താവേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഒന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പറഞ്ഞേ, കർത്താവേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും, സംഗ്രഹിക്കും, ആലേഖനം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാടിയടിക്കാം, അവസാനിപ്പിക്കാം.